സ്നേഹമുള്ളവരെ, ഇന്ന് തിങ്കളാഴ്ച ഈശോയുടെ മക്കളെ, നമ്മുടെ ടീമിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ലിസി എന്ന് പറയുന്ന സഹോദരിയുണ്ട്. സഹോദരി ജോയിച്ചേട്ടൻ ലിസിയൊക്കെ അവരുടെ മക്കൾ രണ്ടാം പിള്ളേർ വർഷങ്ങൾക്ക് മുമ്പ് അവർ ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ അവരുടെ ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് ഷെഡ്ഡിൽ താമസിക്കുക. ഞാൻ പറഞ്ഞു, എന്താ, എനിക്കങ്ങനെ കാണുമ്പോൾ ഒരുപാട് അനുഗ്രഹം, 2 നില വീട് മേടിച്ചു വെക്കണമെന്നൊക്കെ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ ചെയ്യും. ആത്മീയമായിട്ട് വളർച്ചയും വിശുദ്ധിയിലും നിലനിൽക്കാനൊക്കെ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കും. ഞാൻ അവരോട് പറഞ്ഞു, തറ കിട്ടിയിട്ടുണ്ടേ, അതും വെല്ലോൻ്റെ മറമ്പിലാണ് കിടക്കുന്നത്. വെല്ലോൻ്റെ മറമ്പിലേക്കാണ് കിടക്കുന്നത്. അളവ് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ ഇറങ്ങണം, വഴിയുമില്ല. അതാണ് അവരുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു, 2 നില വീട് ദൈവം തരും. അത് ഒരു നിലയ്ക്കുള്ള ഒരു നില പോലും കിട്ടുന്നില്ല. എനിക്ക് എൻജിനീയറിംഗ് അല്ല, വരയ്ക്കാറിയില്ല. ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങളനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് അങ്ങനെയാണ് സ്റ്റെപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അവരതുപോലെ തന്നെ സ്റ്റെപ്പ് ഇട്ടു. ഈശോ പറഞ്ഞു, അതും പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് സ്നേഹമുള്ളവർ അവരെല്ലാവരുടെ ധ്യാനത്തിന് വരാൻ പറഞ്ഞു. ഒന്നുകൂടി വരാൻ പറഞ്ഞു. 2 ആൾ കൂടി ഇരുന്നു, ബാക്കി എല്ലാവരും ഒന്നുകൂടി വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ധ്യാനം കൂടി മക്കളോടും ഇവരോടും ഒന്നുകൂടി ധ്യാനം കൂടാൻ പറഞ്ഞു. ധ്യാനം കൂടിയതിന് ശേഷം അവർ എല്ലാ ഏകദിനത്തിനും വരാൻ തുടങ്ങി. 17ാമത്തെ ഏകദിനത്തിൻ്റെ അന്ന്, അത് സെപ്റ്റംബർ 8 ആയിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു മകൾക്ക് വേണ്ടിയിട്ട്, അതായത് അവരുടെ അവിടെയും വീട് കിട്ടിയത് അവർക്ക് വീട് കിട്ടി, വള്ളം കിട്ടി, പിന്നെ വേറെന്താ എന്തോ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. അപ്പോൾ അത് ഞാനവിടെ ചെന്നതിന് ശേഷം, സ്നേഹമുള്ളവരെ, ചേച്ചി ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഞാനവിടെ ചെല്ലുമെന്ന്. പക്ഷേ സെപ്റ്റംബർ 8 ഞാൻ തിരുവനന്തപുരത്താണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എന്നാൽ ഞാനില്ലെങ്കിലും കൊച്ചച്ഛൻ ഞാൻ പറയുന്ന പോലെ, എന്തോ പ്രാർത്ഥിക്കുന്ന പോലെ എന്നാണ് ചേച്ചി പറയാറ്. സ്നേഹമുള്ളവരെ, ധ്യാനത്തിന് ശേഷം 17 ഏകദിനം കൂടി, 17ാമത്തെ ഏകദിനത്തിൻ്റെ അന്ന് ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ, ബ്രദറിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിച്ചതുപോലെ 2 നില വീട് ഒരുപോലെ തന്നെ 2 നില വീട് വയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഇന്നും നല്ല സന്തോഷത്തിൽ കഴിയുന്നു. എന്നാൽ എനിക്ക് തൃപ്തിയായിട്ടില്ല. എനിക്ക് അവർ 2-3 കാറൊക്കെ കയറ്റിയിടണം, മുറ്റമൊക്കെ വേണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വെച്ച് വഴി മേടിച്ചിരട്ടെ, അതൊന്നും കിട്ടില്ല ബ്രദർ. അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ അവരുടെ തറ കിട്ടിയത് തന്നെ വല്ലവൻ്റെ മറമ്പിലാണ്. അതും കിട്ടി, ആ സ്ഥലവും കിട്ടി. ഒരു 1, 2, 3 3 കാറ് നേരെ ഇടാം. പിന്നെ 2 വണ്ടി അവരുടെ മുറ്റത്തും കഷ്ടിച്ച് ഇടാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ അത് നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ, അതാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. യേശുക്ക് എല്ലാം തരാൻ പറ്റുക, എല്ലാം തരും മക്കളെ. തരും 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 യേശുവേ, വരും 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 യേശുവേ. ഈശോ തരും, എല്ലാം തരും. ഹല്ലേലൂയ. സൗഖ്യം തരും. കർത്താവായ ഈശോ എല്ലാ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണേ കർത്താവേ. വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നലെ ധ്യാനം കഴിഞ്ഞ് വന്ന മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരിലൂടെ അനേക മക്കൾ നാളെ ധ്യാനത്തിലേക്ക്, ഇനി അടുത്ത മാസത്തെ ധ്യാനത്തിലേക്ക് അവർ വരട്ടെ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ യേശുവേ. നന്ദി 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 നന്ദി. ഷിപ്പിൽ ജോലി ചെയ്യുന്നവർ, ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവർ, ബസ് തൊഴിലാളികൾ, കമ്പനി തൊഴിലാളികൾ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനത്തിന് പോകുന്നവർ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ നന്ദി നന്ദി നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ നിത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധവരെ തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്തും തമ്പുരാൻ്റെ വിശുദ്ധമേ ആമേൻ. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന 5 2 ഏത് കാര്യമാണെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ കിട്ടുന്നതിനോർത്ത് സ്തുതിച്ചേൻ. യേശുവേ നന്ദി നന്ദി നന്ദി. ഇവരെന്ത് കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്ഭുതം നടത്തണേ കർത്താവേ, നടത്തി കൊടുക്കണം. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാവട്ടെ. ഇത് 5 പേർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കും മക്കളെ. അവരും രക്ഷപ്പെടട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.